ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് അനോമി റിവ്യൂലോട്ടാണ്. ഈ പടം കണ്ടിട്ട് എന്തോ പറയുന്നതെന്ന് എനിക്ക് തന്നെ ഒരു ബോധം കാണത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് അതേപോലത്തെ ഒരു പടമാണ്. ഞാൻ വഴിയെ പറയാം. ഈ പടം എന്ന് പറഞ്ഞാൽ അതിജീവിച്ചാണ് ഞാൻ ഈ പടം കണ്ടത്. അതൊരു അതിജീവകൻ്റെ കഥയാണ് ഈ ഒരു കഥ. അതായത് എന്നെ പോലെ ഒത്തിരി വലിയ പടം കണ്ടു കാണും. അതേപോലെ അതിജീവകൻ്റെ കഥയാണ്. പക്ക ഒരു സീരിയലാണ് ഇത് എടുത്തു വെച്ചിരിക്കുന്നത്. തിങ്കൾ മുതൽ ഞായർ വരെ എല്ലാ ദിവസവും 24 നിങ്ങളുടെ സ്വന്തം അനിമൽ പ്ലാന്റിൽ അനോമേ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇതാ ഈ ഒരു സീരിയൽ പോലാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത്. ഇത്രയും വെറുപ്പിച്ച ഒരു പടം ഞാൻ ഇതിനു മുമ്പുള്ള സിനിമകളിൽ ഞാൻ നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്രയും വെറുപ്പിക്കൽ ആ പടത്തിലില്ലായിരുന്നു. ഈ വർഷം കണ്ടത് ഏറ്റവും വെറുപ്പിച്ച ഒരു പടം ഈ ഒരു പടമായിരിക്കും അനോമി. നിങ്ങൾ കണ്ടു കാണും, സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഇൻ്റർവ്യൂവും ഇതൊക്കെയായിരുന്നു. ഈ പടത്തിൽ ഒരു മാങ്ങാത്തൊലിയില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഒന്നുമില്ലാത്തൊരു പടം, ഒന്നുമില്ല വെറുതെ എടുത്തു വെച്ചേക്കുന്ന ഒരു പടം. ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു 15 മിനിറ്റ് അങ്ങാണ്ട് 15 മിനിറ്റ് മതി ഈ ഒരു പടം ഒരു ഷോർട്ട് ഫിലിമാക്കി ഇറക്കാൻ. അത്ര ഒരു കണ്ടന്റ് ഇതിനകത്ത് ചെറുതായിട്ടുണ്ട്. അതും ഫ്രഷ് ഒന്നും അല്ല, നേരത്തെയുള്ള പടത്തിലൊക്കെ വന്നിട്ടുള്ള. പക്ഷെ അതിനെ 2 മണിക്കൂർ 40 മിനിറ്റ് ആക്കി എടുത്ത് വലിച്ചു നീട്ടി വെച്ചിട്ടുണ്ട്. ഡയറക്ടർ റിയാസ് മാരാത്ത്, പുള്ളിയാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. സ്റ്റോറി, ഡയറക്ഷൻ, സ്ക്രീൻ പ്ലേ എല്ലാം പുള്ളി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യമില്ല. പുള്ളി എനിക്ക് തോന്നുന്നു എഡിറ്റ് പഠിച്ചാന്ന് തോന്നുന്നു. തുടക്കം ഒരു ഷോട്ട് കാണിക്കുന്നു. തുടക്കം തൊട്ടേ എനിക്ക് മനസ്സിലായി ഈ ഒരു പടത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഒരു ഷോട്ട് പോലും എടുക്കാൻ അറിയാത്ത ഒരു വ്യക്തിയാണ് ഈ റിയാസ് മാരാത്ത്. കാരണം ഒരു കതവ് തുറക്കുന്ന ഒരു ഷോട്ട് തന്നെ എടുത്ത്, ഒരു കതവ് തുറക്കുന്ന ഒരു സീൻ തന്നെ എടുത്ത് നോക്കിയാൽ ഞാനത് തന്നെ എത്ര ഷോട്ട് കാണിക്കുന്നറിയോ. മുറിച്ച് എന്തൊക്കെയോ ഒരു പന്ന ഷോട്ട്. ഒരു പടത്തിനെ ഈ ഒരു പടം കണ്ടിട്ട് എനിക്ക് ഒരിടത്ത് പോലും എനിക്കൊരു ഇൻട്രസ്റ്റിങ്ങോ ഒരിതും തോന്നിയിട്ടില്ല. എന്തൊരു ലാഗെന്നറിയോ. എന്നുവെച്ചാൽ ഈ പടം തീരുന്നില്ല. കാരണം ഇതിനകത്ത് കണ്ടന്റ് ഇല്ല. അതായത് തുടക്കം തുടങ്ങി കണ്ടന്റ് ഇല്ല. ഓരോരുത്തർ കാറ് ഓടിക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻ, പിന്നെ കാർ ഓടിക്കുന്നു, പിന്നെ കുറച്ച് ഹോസ്പിറ്റൽ സീൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സീനൊക്കെ കാണിച്ച് ഓർപ്പിച്ചിട്ടുണ്ട്. ഈ കാർ സീൻ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് തൊട്ടേ അറിയാം. ഒരു ഗ്രീനിനകത്ത് ഒരു കാറിൻ്റെ ഒരു മോഡൽ ഇടുക, അതിനകത്ത് കയറി സ്റ്റിയറിങ് പിടിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു പരിപാടി ആർക്കും മനസ്സിലാവാത്തവരുണ്ട്. പക്ഷേ സിനിമയൊന്നും വാച്ച് ചെയ്യുന്നവർക്ക് അതൊക്കെ ഒരു പഴയതായിട്ട് തോന്നും. ഒന്നേ അത് നല്ല രീതിയിലെങ്കിലും ഓടിക്കുന്ന പോലെ കാണിക്കണം. ഇത് ചുമ്മാതെ സ്റ്റിയറിങ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തോ കാര്യം പറയുക. ഈ നമ്മൾ സ്റ്റിയറിങ് പിടിക്കുമ്പോൾ കാരണം ആ റോഡിലായിരിക്കും കൂടുതലൊന്നും ശ്രദ്ധിക്കുന്നത്. ആ റോഡ് പോലും ശ്രദ്ധിക്കാതെ നിങ്ങൾ എന്തോ അങ്ങനെയൊക്കെ എപ്പോഴും ആക്സിഡന്റ് ആയി പോകത്തില്ല. നിങ്ങൾക്കൊക്കെ എവിടെ നിന്നാണ് ലൈസൻസ് കിട്ടുന്നത്? അതുപോലും ശ്രദ്ധിക്കുന്നില്ല. ഒരു ഡയറക്ടർ അതുപോലും ശ്രദ്ധിക്കുന്നില്ല. ഇത് സ്റ്റിയറിങ് പിടിച്ചിട്ട് നോക്കുന്നത് ഈ സൈഡിലോട്ടൊക്കെ ആയിരിക്കും നോക്കുന്നത്. റോഡിലോട്ടെങ്കിലും നോക്കിയിട്ട് ഒന്നാമതെ ഓടാത്ത വണ്ടി ആ റോഡിലോട്ടെങ്കിലും നോക്കുന്ന രീതിയിലേക്ക് ഒന്ന് കാണിച്ചു. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു പ്ലോട്ടൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ആകെ എനിക്ക് ഈ പടം കണ്ടിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറയാമെന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് 3-4 പേര് മരിക്കും. അതായത് മരിക്കുമ്പം കുറേ പോലീസുകാർ വേണം അതിനകത്ത്, പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആൾക്കാർ വേണം, അതെല്ലാം ഉണ്ട്. പിന്നെ ഫോറൻസിക് ആൾക്കാർ വേണം, ഇതെല്ലാം ഇതിനകത്തും ഉണ്ട്. ഇതിനകത്ത് ആക്ട്രസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഭാവനയാണ് ഇതിൻ്റെ ആക്ട്രസ്. ഇതേപോലത്തെ ആക്ട്രസ്മാരെയൊക്കെ എടുത്ത് മലയാളത്തിൽ നിന്നേ അല്ല ഇന്ത്യൻ സിനിമയിൽ നിന്ന് എടുത്ത് വെളിക്കളഞ്ഞു. ഇന്ത്യൻ സിനിമയിൽ നിന്ന് സൗത്ത് ഇന്ത്യയിൽ നിന്നേ മൊത്തം എടുത്ത് വെളിക്കളഞ്ഞിട്ട് കാലം കുറയായി. എന്നിട്ട് പിന്നെയും കടിച്ചു തൂങ്ങിയാൽ കിടക്കുക. ഇവറ്റകളെയൊക്കെ പണ്ട് നിങ്ങൾ മലയാള സിനിമയ്ക്കകത്ത് പണ്ടൊക്കെ വന്ന സമയത്ത് ക്ലച്ച് പിടിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന പരിപാടി, എല്ലാ ആക്ട്രസ്മാർ ചെയ്യുന്ന പരിപാടിയാണ്, കുറച്ച് ഹോട്ട് ഫോട്ടോഷോട്ട് എടുക്കും. അത് കഴിഞ്ഞിട്ട് അത് കണ്ടുകൊണ്ട് തെലുങ്കന്മാർ കൊണ്ടുപോകും, തമിഴന്മാർ അങ്ങനെയൊക്കെയുള്ള ഇൻഡസ്ട്രി കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ശരീരഭാഗങ്ങൾ കാണിച്ച് മടുത്ത് കഴിയുമ്പം അവർ തന്നെ ചൂലെടുത്ത് അടിച്ചൊടിച്ച് വിട്ടിട്ടുള്ള ഇതേപോലെയുള്ള ആക്ട്രസ്മാരെയൊക്കെ. എന്നിട്ട് നാണമില്ലാതെ മലയാളത്തിൽ പിന്നെയും കടിച്ച് തൂങ്ങി കിടപ്പുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പ്രൊഡ്യൂസറും ഇവർ തന്നെയാണ്. കുറച്ച് ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറി ഒരു കോപ്പറേറ്റ് ചെയ്ത് ഇതും ഇവനുണ്ട്. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ നിർത്തിയിട്ട് പോകുമെന്ന് പറഞ്ഞാൽ, ഇപ്പം വേറെ പിള്ളേർ വെളിയിലുണ്ട്, അവരെയൊക്കെ കൊണ്ടുവന്ന് സിനിമ ചെയ്യിപ്പിക്കുക. ഇതേപോലെ ഒടിച്ചാലും വിടത്തില്ല, അവിടെ കടിച്ചു തൂങ്ങി കിടക്കുക. എന്താ കാണിച്ചോട്ടെ. ഇതേപോലെ ഈ പടം കണ്ടിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കൊണ്ടുവന്ന് പൊക്കിപ്പറിച്ച് എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയുള്ളവരാണ് കാശ് കൊടുത്ത് പടത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഈ പടം കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്കും വെറുത്തു പോകും. നിങ്ങളാരും ഈ ഒരു പടം കാണാനും പോലും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു 160 അല്ലെങ്കിൽ 150 രൂപ കൊടുത്ത് നിങ്ങൾ എന്തെങ്കിലും മേടിച്ച് കഴിച്ചാൽ അത് ശരീരത്ത് കാണും. ഈ ഒരു പടം കണ്ടിട്ട് 2 മണിക്കൂർ 40 മിനിറ്റ് അങ്ങാണ്ട് ഉണ്ട് ഈ പടം. ഈ പടം കണ്ടിട്ട്
എനിക്ക് ഒരു ഇതും തോന്നിയിട്ടില്ല. പിന്നെ ഈ ഭാവനയോട് ഇതാക്കാനുള്ള നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ വല്ല ബിസിനസ്സോ അല്ലെങ്കിൽ ടൈലർ ഷോപ്പോ ഒരു റെസ്റ്റോറൻറ്റോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ബിസിനസ്സിലോട്ട് തയ്യൽ ഷോപ്പ് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ചെയ്ത് ജീവിക്കുക. ബാക്കിയുള്ളവരുടെ അവസരം കൂടി കളയാൻ വേണ്ടി കടിച്ചു തൂങ്ങി എന്തിന് കിടക്കുക? എനിക്കറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക. ഒരു ഗുണമില്ലാത്ത ഒരു റോള് എന്നിട്ട് ഇൻ്റർവ്യൂവിനൊക്കെ വന്നിരുന്ന് പറയുക ഞാൻ ചെയ്തത് ഏറ്റവും വ്യത്യസ്തം. ഇതാണോ വ്യത്യസ്തമായിട്ടുള്ള റോള്? ഇതുപോലെ വെറുപ്പിച്ച റോള് വേറെ ഇല്ല. പിന്നെ ഇതിനകത്ത് ഞാൻ കുറേ പേര് മരിക്കുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് മരിക്കുന്നുണ്ട്. ഇൻസ്പെക്ടറായിട്ട് റഹ്മാൻ വരുന്നുണ്ട്. ചൊറി അടിച്ച് വീട്ടിലിരുന്ന റഹ്മാനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. ബിനു പപ്പുണ്ട്. ബിനു പപ്പുവിൻ്റെ അടുത്ത് എനിക്ക് ഷുവറാ. ബിനു പപ്പുവിൻ്റെ അടുത്ത് സിനിമയുടെ കണ്ടന്റ് ഒന്നും പറഞ്ഞു കാണത്തില്ല. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഒരു കസേരയിലൊന്ന് ഇരുന്ന് ഒരു ഡയലോഗ് പറയുമെന്ന് ചോദിച്ചാണ്. പുള്ളിക്ക് 1-2 ഡയലോഗ് കണ്ടേ ഉള്ളൂ. ഒരു ദിവസത്തിൻ്റെ പകുതി എങ്ങാനും ഒരു കാൾ ഷീറ്റ് കൊടുത്താണ്. അങ്ങനെ പോയി ചെയ്ത് കൊടുത്തിട്ട് വന്നേ തോന്നുന്നു ബിനു പപ്പു. അത് എന്തിനാ ഇതുപോലത്തെ പടം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെ പോകുന്നു, കുറേ പേര് മരിക്കുന്നു, ഇൻവെസ്റ്റിഗേഷൻ, ഫോറൻസിക് കേസന്വേഷണം, പോലീസുമാർ കേസന്വേഷണം, ആശുപത്രി, ഇങ്ങനെയൊക്കെ കുറച്ച് പോകുന്നുണ്ട്. അങ്ങനെ പോയി ഏറ്റവും ഈ പടം ഒന്ന് തീർക്കണ്ടേ, ഇത് കണ്ടു തീർക്കാൻ പെടുന്ന പാട് കണ്ടാലും തീരുന്നില്ല. ഏറ്റവും അവസാനം ഫോണൊക്കെ എടുത്ത് സമയം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും തീരെ എത്ര മണിക്കൂറായെന്നുള്ള രീതിയിൽ സമയം നോക്കിക്കൊണ്ടിരിക്കുക. തിയേറ്ററിലൊന്നും ആളൊന്നുമില്ല, 4 പേരെങ്ങാണ്ടേ ഉള്ളായിരുന്നു തിയേറ്ററിൽ. അങ്ങനെ എന്താ സാധാരണ 10 പേരെങ്ങാണ്ട് ഇടുമ്പോൾ 10 പേരെയൊക്കെ വെച്ച പടം ഇടുന്നത്, ഇതെന്തോന്ന് അറിയത്തില്ല, 4 പേരെ വെച്ച് പടം ഇട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ തീരുന്നില്ല. അതിൻ്റെ അവസാനം പടം നിർത്തണമല്ലോ. പടം നിർത്താൻ നേരത്ത് ആരെങ്കിലും ഒരു വില്ലനാക്കണം. അപ്പം എനിക്ക് മനസ്സിലായി ഒരു ഫ്രഷ് ആയിട്ട് ഒരു സാധനമുണ്ട്. ഭാവനയുടെ കൂടെ തുടക്കം ഒരുത്തനെ കാണിക്കുന്നുണ്ട്. എനിക്കൊന്ന് തന്മാത്രയ്ക്കകത്ത് ലാലേട്ടൻ്റെ മോനായിട്ട് അഭിനയിച്ച പുള്ളിയാൻ തോന്നുന്നു. അയാളെ പിടിച്ച് ഒരു സെക്കൻഡ് വില്ലനൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് വില്ലൻ ആരാ? ഫസ്റ്റ് വില്ലൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബിക്കകത്ത് മമ്മൂക്കയുടെ അനിയനായിട്ട് അഭിനയിച്ച ഒരു പുള്ളിക്കാരനുണ്ടല്ലോ മരിക്കുന്നത്. ആ പുള്ളിക്കാരനെ പിടിച്ച് ഫസ്റ്റ് വില്ലന് സെക്കൻഡ് വില്ലൻ ഇവരൊരു മരുന്ന് കണ്ടുപിടിക്കും. എന്തോ മരുന്ന് എന്ന് പറഞ്ഞാൽ കുത്തി വെക്കുമ്പം അതായത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കുറച്ച് നേരം കൂടി ജീവിക്കും. അങ്ങനെയുള്ളൊരു രീതിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇത്രയൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. പക്ഷേ ഈ 4 പേരുടെ കൂട്ടത്തിൽ ഈ ഭാവനയുടെ അനിയനും ഉണ്ട്. ഏതൊരു വേട്ടാളുവിനെ പിടിച്ച് അനിയനും ആക്കിയിട്ടുണ്ട്. അങ്ങനെ ആ അനിയനെ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ സെക്കൻഡ് വില്ലനെ, അതായത് ഇവരുടെ കൂടെ ഉള്ള വില്ലനെ തന്നെ ഈ ഭാവന കൊല്ലുന്നു. അങ്ങനെ കഥ അവസാനിക്കുന്നു. നല്ല ഫ്രഷ് പ്ലോട്ടാണ്. അപ്പം ഇത്രയാണ് ഈ പടത്തിനെ പറ്റി പറയാനുള്ളത്. ഇത് കണ്ടു തീർക്കാൻ പറ്റും വെറുപ്പിച്ച പടം. ഈ പടം ഞാൻ സജസ്റ്റ് ചെയ്യുക, ഒറ്റ ഒരു മനുഷ്യൻ കാണാൻ പോകില്ല. എന്താ പറഞ്ഞാൽ ഇതുപോലെ തിയേറ്ററിലിരുന്ന് ചാവാൻ പറ്റിയൊരു പടം വേറെ ഇല്ല. ഈ പടം കണ്ട് തിരിച്ചിറങ്ങി വരുന്നവനാണ് യഥാർത്ഥ അതിജീവരൻ. ഒന്നും കൂടെ സീരിയലിൻ്റെ പേര് പറഞ്ഞേക്കാം, അനോമി. നിങ്ങളുടെ അനിമൽ പ്ലാന്റിലെ എല്ലാ ദിവസവും തിങ്കൾ മുതൽ ഞായർ വരെ 24:15 മറക്കാതെ കാണൂ. ല ല ല ല ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്. ബൈ.